അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കിടങ്ങിനെക്കുറിച്ചുള്ള ചിത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് എത്ര നീളമുള്ളതായിരുന്നു, എത്ര വീതിയുള്ളതായിരുന്നു, എത്ര ആഴമുള്ളതായിരുന്നു, അങ്ങനെ ഒരു കിടങ്ങുണ്ടാക്കാൻ എത്ര അധ്വാനം ആവശ്യമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. വലിയ അധ്വാനം ആവശ്യമുള്ള ഈ കിടങ്ങിൻ്റെ നിർമ്മാണം പക്ഷേ അനായാസമാണ് നബിയും സഹാബിമാരും പൂർത്തീകരിച്ചത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ മനസ്സുകൾ വിജൃംഭിതങ്ങളായിരുന്നു എന്നതാണ്. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം, നബി തങ്ങളോടൊപ്പം ഉണ്ട് എന്ന ഒരു തോന്നൽ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ പരസ്യമായ പ്രാർത്ഥന, നബിയുടെ അള്ളാഹുവിനോടുള്ള സഹായം തേടൽ, ഇതെല്ലാം മറ്റൊരു കാര്യമായിരുന്നു. അത് ശരിക്കും ഫലിക്കുകയും ചെയ്തു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പാടുമ്പോഴേക്ക് നഹ്നുല്ലദീന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദ, ഞങ്ങൾ മുഹമ്മദ് നബിയോടൊപ്പം ജീവിക്കുന്ന കാലത്തോളം പോരാടാൻ ഒരുങ്ങിയവരാണ്, തയ്യാറായവരാണ് എന്ന് അവർ പറയുമായിരുന്നു. അത് അവരുടെ മനോനില ഒരുപാട് ഉയർന്നതായിരുന്നു എന്ന് നമ്മോട് പറയുന്നുണ്ട്. മാത്രമല്ല, അവരുടെ കൂട്ടത്തിൽ ചില കവികളുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കവിത എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ കവികളെ എല്ലാവരും ശ്രദ്ധിക്കും. ഏറ്റവും അധികം സാമൂഹ്യ ശ്രദ്ധയുള്ള ആൾക്കാർ കവികളായിരുന്നു ആ കാലത്ത്. സഹാബിമാരുടെ കൂട്ടത്തിലും ചില കവികളുണ്ടായിരുന്നു. ഇസ്ലാമിലേക്ക് എത്തിയ ആ കവികൾ കവിതയുമായി പിന്നെ വല്ലാതെ മുന്നോട്ട് പോയില്ല, എന്നാലും അവരുടെ ഉള്ളിൽ കവിതയുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരാളായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖന്തക്കിൽ വന്ന് അവിടെ വെച്ച് മനോഹരമായ, വളരെ ഹൃദയസ്പൃക്കായ, അർത്ഥപൂർണമായ ചില വരികൾ ഉദ്ധരിക്കുകയുണ്ടായി. ദീർഘമായ വരികളായിരുന്നു. അല്ലാഹുമ്മ ലൗല അൻത മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന, നീ കടാക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സന്മാർഗം പ്രാപിക്കുമായിരുന്നില്ല. ആയതുകൊണ്ട് ഫഅൻസിലൻ സകീനതൻ അലൈന, ഞങ്ങൾക്ക് നീ ശാന്തി ഇറക്കിത്തരണം. അതായത് ശാന്തചിത്തരായി ഈ വെല്ലുവിളിയെ നേരിടാനുള്ള സാഹചര്യം നീ ഉണ്ടാക്കിത്തരണം. മാത്രമല്ല വസബ്ബിത്തുൽ അഖ്ദാമ ഇല്ലാ ഖൈന, ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ, ശത്രുവുമായി കണ്ടുമുട്ടുമ്പോൾ, മുഖാമുഖം നിൽക്കുമ്പോൾ ഞങ്ങളെ നീ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യണേ എന്ന്. ഇങ്ങനെയുള്ള മാനവീയാത്തുകൾ ഉയർന്നു നിന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ ക്ലേശവും സഹിച്ചു. ആ സഹിച്ചപ്പോഴൊന്നും അവർക്ക് വേദനിച്ചില്ല. ഇതെല്ലാം ഇസ്ലാം ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇതെല്ലാം ആവേശമാണ്. അതിൻ്റെ ഇടയിൽ പല രംഗങ്ങളും ഉണ്ടായി. ഒരിക്കൽ വിശന്ന് നടുവൊടിഞ്ഞ് പോകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് സഹാബിമാർ നബിയുടെ മുമ്പിൽ വന്നു. അവർ അവരുടെ വസ്ത്രങ്ങൾ ഉയർത്തി കാണിച്ചു കൊടുത്തുകൊണ്ട് നബിക്ക് കാണിച്ചു കൊടുത്തു. നടുവൊടിയാതിരിക്കാൻ കല്ല് വെച്ചിരിക്കുന്നു, കല്ല് കെട്ടിയിരിക്കുന്നു. അതിന് മറുപടി നബി പറഞ്ഞില്ല. നബി തിരുശരീരം കാണിച്ചു കൊടുത്തു അവർക്ക്. അവിടെ 2 കല്ലുകളുണ്ടായിരുന്നു. പിന്നെ അവർക്ക് വിഷമമുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ ഇരട്ടി നബി അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളൊന്നും, നമ്മുടെ വേദനകളൊന്നും ഒന്നുമല്ല എന്ന് അവർക്ക് തിരിച്ചറിയാൻ വളരെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം, സഹാബിമാർ നേരം വെളുത്താൽ വൈകുന്നേരം വരെ കളക്കും. രാത്രിയായാൽ അവരുടെ വീടുകളിലേക്ക് പോകും. പക്ഷേ ഇത്രയും ദീർഘമായ പകൽ സമയം അവർക്ക് ഒന്നും കിട്ടുമായിരുന്നില്ല.
ചില ആൾക്കാർ അതിനിടയിൽ മനോഹരമായ ചില ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി വീട്ടിലുള്ള കുറച്ച് പൊടി, ധാന്യത്തിൻ്റെ പൊടി അതുമായി വന്നു. സത്യത്തിൽ അവർ വന്നത് തൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, സഹോദരനുണ്ടായിരുന്നു, പിതാവുണ്ടായിരുന്നു. അവർക്ക് ഒന്ന് വായിലിടാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കുറച്ചേ ഉള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വാങ്ങിയിട്ട് അവർക്ക് രണ്ടുപേർക്കും മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും കൊടുത്തിട്ടും, അതായത് ഒരു തുണിയിലേക്ക് ഇടാൻ പറഞ്ഞു. ആ തുണിയിൽ നിന്ന് നബി ഇങ്ങനെ വാരും കൊടുക്കും അങ്ങനെയായിരുന്നു. എല്ലാവർക്കും കൊടുത്തിട്ടും പിന്നെയും അതിൽ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടു പോകാൻ ബാക്കിയുണ്ടായിരുന്നു ആ പൊടി. പക്ഷേ അത് പാകം ചെയ്യാൻ കഴിയുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് പലരും വെറുതെ വായിലേക്ക് ഇടുകയായിരുന്നു. പിന്നെ അതിൽ പങ്കെടുത്ത അന്നത്തെ ആ അനുഭവം ഉണ്ടായ പല ആൾക്കാരും പിന്നീട് പറയുന്നുണ്ട്, ഞങ്ങൾ ആ പൊടി വായിലിട്ടതോടുകൂടെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് നേരിട്ടത്. കാരണം ഈ പൊടി അവരുടെ അന്നനാളങ്ങളിൽ പോയി അങ്ങോട്ട് അടയുകയാണ് ചെയ്യുന്നത്. വലിയ പ്രശ്നമാണത്. പിന്നെ കുടിക്കാൻ വെള്ളമോ മറ്റോ ഒന്നും കാര്യമായില്ല. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം സുവിധമാണ് ആ കാര്യത്തിൽ. അതും കൂടി പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.